மருத்துவம் முதல் பொறியியல் வரை உங்கள் கனவுகளுக்கு சரியான முகவரி இந்திரா குரூப் ஆஃப் எஜுகேஷனல் இன்ஸ்டிடியூஷன்ஸ். கால் 9841385858. Holidays nale adu namma GT Holidays da. GT Holidays, South India's #1 travel brand. You know you are special when you're with GT Holidays. சார் வணக்கம். வணக்கம். கேரளால ஜனநாயகன் செலிப்ரேഷൻ எப்படி போயிட்டு இருக்கு? ഇതുവരെ നാളെ രാവിലെ നമ്മുടെ തിയേറ്ററിൽ 3 തിയേറ്ററിൽ ഫാൻ ഷോ വെച്ചിട്ടുണ്ട്. തൊട്ട തിയേറ്ററിലും വെച്ചിട്ടുണ്ട്. അതേപോലെ എനിക്ക് തോന്നുന്നു 13 ഷോ രാവിലെ തന്നെ ഹൗസ്ഫുള്ളാണ്. നാളത്തെ ദിവസം എല്ലാ ടിക്കറ്റുകളും ഏകദേശം സോൾഡ് ഔട്ടാണ്. അപ്പോൾ ചില ഷോന് മാത്രമേ കുറച്ച് ടിക്കറ്റിൻ്റെ ബാലൻസ് ഉള്ളൂ. അതിപ്പോൾ വൈകുന്നേരത്തോടു കൂടി ഫില്ലാവും. ഓൾമോസ്റ്റ് നാളത്തെ പാലക്കാട് ടൗണിലെ എല്ലാ തിയേറ്ററും ഫുള്ളാണ് നിലവിൽ. നാളേക്ക് കേരള എപ്പടി ഇരിക്കും இந்த ടൈമിൽ? നാളെ ഒരു ആഘോഷം തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. കാരണം വിജയ് എന്ന് പറയുന്ന നടൻ്റെ സിനിമ കേരളത്തിൽ അതൊരു ആഘോഷം തന്നെയാണ്. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നാളെ ഒരു ഉത്സവം തന്നെ ആയിരിക്കും ഇവിടെ. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ஃபர்ஸ்ட் ஜனநாயகன் படம் வந்து ஜனவரி மாசம் ரிலீஸ் பண்றதா சொல்லியிருந்தாங்க. பட் அப்போ கேன்சல் பண்ணாங்க. அப்போ உங்க மனநிலை என்னவா இருந்துச்சு? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കലാണ് പുള്ളിയുടെ സിനിമകൾ വരാറുള്ളത്. അത് ആ സമയത്ത് വരുന്നു എന്ന് പറഞ്ഞത് ഡിലേ ആയി, നെക്സ്റ്റ് വീക്ക് വരും, അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞ് വരും. ഇതൊക്കെ പറഞ്ഞ് അവസാനം അത് ഉടനെ റിലീസ് ആവാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞതോടുകൂടി സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് സിനിമാ തിയേറ്റർ പാർട്ടിക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് സിനിമാ ലോകത്തിന് മൊത്തം ഭയങ്കര ഒരു നിരാശയായിരുന്നു ഉണ്ടായിരുന്നത്. ஸோ அந்த டைம் டிக்கெட் புக் பண்ணியிருப்பாங்கல்ல பொங்கல் அன்னைக்கு, அந்த டிக்கெட் புக் பண்ணவங்களாம் எப்படி ஃபேஸ் பண்ணீங்க? റീഫണ്ട് കേട്ടാങ്ങളാ? റീഫണ്ട് രാവിലത്തെ ഷോ, ഫാൻ ഷോ, ഒറ്റ ആള് പോലും റീഫണ്ട് കേട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വരുമല്ലോ, നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തോ ഈ പടം വരും. ആ ഒരു പ്രതീക്ഷയിൽ അവർ ഒരാൾ പോലും ടിക്കറ്റിൻ്റെ പൈസ റീഫണ്ട് ചോദിച്ചില്ല. അത് എനിക്ക് തോന്നുന്നത് ഈ ഒരു നടൻ്റെ ആ ഒരു അത്രയും ക്രെഡിബിലിറ്റി കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. பட் படம் வந்து ரிலீஸ் இல்லைன்னு சொன்ன ஒரு 1 மந்த்லேயே படம் லீக் ஆயிருந்துச்சு. அப்போ என்ன எப்படி ஃபேஸ் பண்ணி? അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു നിരാശയായ സംഭവം തന്നെയായിരുന്നു. കാരണം പടം ലീക്കായി ഒരുവിധം ആളുകളൊക്കെ പിന്നെ മൊബൈലിലും ലാപ്പിലൊക്കെ ആയിട്ട് കണ്ടു എന്നൊക്കെ പറയുന്നത് നമുക്കറിയില്ല, നമ്മൾ കണ്ടില്ല, നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. സിനിമാ തിയേറ്റർ പാർട്ടി നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ കണ്ടിട്ടുമില്ല, അത് പലവരും കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടതോടുകൂടി ഞങ്ങൾക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇനി എപ്പോഴെങ്കിലും സിനിമ റിലീസാവുകയാണെങ്കിൽ ഇത് സിനിമയെ ബാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ അതാണ് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത്, ഒരു തരത്തിലും അത് ബാധിച്ചിട്ടില്ല. കാരണം നാളത്തെ ബുക്കിംഗ് അത്രമാത്രം, അതായത് എല്ലാ ഷോയും ഹൗസ്ഫുൾ. ഇനി വളരെ കുറച്ച് ടിക്കറ്റ് മാത്രമേ ഉള്ളൂ, അതൊന്ന് വൈകുന്നേരത്തോടു കൂടി തീരും ചെയ്യും. അതാണ് സ്ഥിതി. ഓക്കെ, நீங்கள் டிக்கெட் ஓப்பன் பண்ண எவ்வளோ நிமிஷத்தில் டிக்கெட் ஃபுல்லாச்சு? അത് ഇതുവരെ വിജയ് പടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ഫുൾ ആവാറുണ്ട്. പക്ഷേ ഇത് ഈ സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നത് ഈ ലീക്ക് ആയതുകൊണ്ടായിരിക്കും ആ ഒരു ഫാസ്റ്റ്നെസ് കണ്ടില്ല. എന്നിരുന്നാലും ഏകദേശം തലേ ദിവസമായ ഇന്നേക്ക് ആയപ്പോഴേക്കും ഫസ്റ്റ് ഡേ ടിക്കറ്റ് എല്ലാം ഫുൾ തന്നെയാണ്. അത് ഈ ലീക്ക് ആയതുകൊണ്ടുള്ള ആ ഒരു ചെറിയൊരു പ്രശ്നമാണ് അത് വന്നത്. ഓക്കെ, ஃபஸ்ட்டு நீ ஜனவரி மாதம் ரிலீஸ் ஆகும்போது தளபதியாக தான் இருந்தார். ஆனால் இப்போ தமிழ்நாட்டில் சிஎம் ஆகிட்டாரு. அதை பற்றி സിഎം, അതായത് പുള്ളിക്കാരൻ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രീതി കാണുമ്പോൾ നമ്മുടെ മുതൽവൻ പടത്തിൻ്റെ ആ ഒരു സ്റ്റൈലാണ്. അതെന്തായാലും ജനങ്ങൾ വളരെ മറ്റേ കയ്യടിയോട് കൂടിയിട്ടാണ് ആ സംഭവം സ്വീകരിച്ചിരിക്കുന്നത്. വളരെ നല്ല മറ്റേ രീതിയിലാണ് ആളുടെ. ஸோ நம்ம ஒரு ரொம்ப வருஷமாக தளபதி படத்தை பேர் வரும்போது தளபதி விஜய்னு வரும். ஆனால் இப்போ வந்து மாண்புமிகு சிஎம் விஜய்னு വരും. സോ அந்த ടൈറ്റിൽ കാർഡിക്ക് എவ்வளോ എക്സൈറ്റ്മെന്റ് ആയിരിക്കും? അത് നാളെ ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്തായിരിക്കും ജനങ്ങളുടെ ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രതികരണം എന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ. ഭയങ്കര റെസ്പോൺസ് തന്നെ ആയിരിക്കും, അതിന് യാതൊരു തർക്കവുമില്ല. അതിപ്പോൾ പുള്ളിയുടെ പടം വരുമ്പോൾ പൊതുവെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ആള് സിഎം ആ സീറ്റിലിരിക്കുമ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിനെ ജനങ്ങൾ ഏത് രീതിയിലും കൂടി
കാണുന്നു. അത് കാണാൻ വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ. பட் ஆனா தமிழ்நாட்டுல தான் ஒரு பெரிய செலிப்ரேஷன்னா அதை மிஞ்சுற மாதிரி கேரளால இருக்கு. ഉറപ്പായിട്ടും കേരളത്തിൽ ആ രീതിയിൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള മറ്റ് നടന്മാരൊക്കെ ഉണ്ടെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ക്രൗഡ് പുള്ളർ എന്ന് പറയുന്നത് വിജയ് തന്നെയാണ്. വിജയിന്റെ പടം കഴിഞ്ഞിട്ട് മറ്റു താരങ്ങളുടെ പടങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതുവരെ അനുഭവം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. എൻ്റെ അനുഭവത്തിലാണ് പറയണതാണ്. അത് ആ രീതിയിലാണ്. சரி, நான் வந்து தமிழ்நாட்டுல இருந்து வரேன். நான் ஓப்பனா ஒன்று கேட்குறேன். இப்போ எங்க ஊர் சைட்ல வந்து நாங்க மோகன்லால் சார் படமோ இல்ல மம்முட்டி சார் படமோ இந்த அளவுக்கு நாங்க கொண்டாட மாட்டோம். படம் நல்லா இருந்தா தான் எங்கனால அந்த படத்தை போய் பாக்குறோம், ஒரு டாக் கேட்டுட்டு. ஆனா நீங்க பாத்தீங்கன்னா தமிழ்நாட்டுல தளபதி விஜய் படத்தை இவ்வளவு കൊണ്ടാടുறது കാരണം അത് വിജയ് പടം അതാണ് ജനങ്ങളുടെ മനസ്സിലാണ് കൂടിയിരിക്കുന്ന ആള്. അതുകൊണ്ടാണ് സംഭവം. വിജയ് പടത്തിന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒന്നും നോക്കാനില്ല. ഏത് പടമാണെങ്കിലും ഫസ്റ്റ് ഡേ ഒന്നും നോക്കാനില്ല. അത് പിന്നെ ബാക്കി പടം ഇറങ്ങിയതിന് ശേഷമാണ് ബാക്കി റെസ്പോൺസ്. ഫസ്റ്റ് ഡേ ആ പടത്തിന് എന്താണെന്നൊന്നും നോക്കുക. വിജയ് அது மாத்திரம் மதி. அதை மாத்திரம். பாக்ஸ் ஆஃபீஸ் என்ன மாதிரி ஒரு ரெக்கார்டு கிரியேட் பண்ண நினைக்கிறீங்க? இது வரைக்கும் கூடிய எல்லா ரெக்கார்டையும் இந்த படம் മുറിയടിക്കുമോ? ഇതിന് മുന്നേ നമുക്ക് ഏറ്റവും വലിയ കളക്ഷൻ വന്ന വിജയ് പടം എന്ന് പറയുന്നത് ലിയോ ആണ്. ലിയോനെ പക്ഷേ ഈ പടം ലീക്കായത് കൊണ്ട് ഏത് രീതിയിലാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ റെക്കോർഡ് എന്ന് പറയുന്നത് ലിയോ ആയിരുന്നു. ലിയോ ഇതിന് മുമ്പത്തെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും വിജയ് പടത്തിന്റെ റെക്കോർഡ് ലിയോ. ஆனா பொதுவா வந்து தளபதிக்கு வந்து கேர்ள்ஸ் பிளஸ் சின்ன சின்ன பசங்க தான் ஆடியன்ஸ் அதிகம். ஆனா இப்போ ஏ சர்டிஃபிகேட் கொடுத்தாங்க, அவங்களால வர முடியாதுல்ல. അതൊന്നും കാര്യമൊന്നുമില്ല. എ സർട്ടിഫിക്കറ്റ് അങ്ങനെ എ സർട്ടിഫിക്കറ്റ് കൊടുത്തതിന്റെ പേരിൽ ഇതിന് അങ്ങനെ ആ ഓഡിയൻസ് വരില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതൊക്കെ വരും. ഇപ്പൊ അങ്ങനെ എ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരു വലിയ പ്രശ്നമായിട്ടൊന്നും കാണുന്നില്ല. ഇപ്പൊ എത്രയോ റീസെന്റ് ആയിട്ട് കുറെ എ സർട്ടിഫിക്കറ്റ് പടങ്ങൾ വന്നിട്ടുണ്ട്. മാർക്കോ മറ്റു അങ്ങനെ പല സിനിമകളും വന്നിട്ടുണ്ടായിരുന്നു എ സർട്ടിഫിക്കറ്റ്. അങ്ങനെ അതൊന്നും പ്രശ്നമില്ല. ആളുകൾ വരാറുണ്ട്. ഇത് അതിനെ അങ്ങനെ ബാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ஓகே, ஆனா தியேட்டர் ஓனர்ஸ் உங்க எல்லாத்துக்குமே ப்ராஃபிட் தர்றது தளபதி விஜய் படம் தான். பட் ஒன் லாஸ்ட் டைம் எப்படி ஃபீல் பண்றீங்க? ഭയങ്കര നിരാശയാണ് ഞങ്ങൾക്ക്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കലേ വരില്ലെങ്കിലും അതൊരു ആഘോഷം തന്നെയാണല്ലോ. ആ ആഘോഷം ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം, അത്ര തന്നെ. இப்போ கடைசி ஒரே ஒரு கேள்வி தான். என்னன்னா, இப்போ என் கூட உட்காந்து இப்போ நீங்கள் இன்டர்வியூ கொடுத்துருக்கீங்க. இப்போ இந்த இடமே ஒரு எம்டியாக தான் இருக்குது. நாளைக்கு எப்படி இருக்கும் இந்த இடம்? നാളെ இந்த இடത്ത് പൂഴിയിട്ടാ ഉതിരില്ല എന്ന് പറയും നമ്മുടെ നാട്ടില്. അതുപോലത്തെ അവസ്ഥയായിരിക്കും ഇവിടെ. അതിന് മാത്രം ജനമായിരിക്കും ഇവിടെ. നാളെ നിങ്ങൾ വന്നിട്ട് ഇവിടെ കാണാൻ പോകുന്നതാണല്ലോ. നിങ്ങൾ ഉണ്ടാവുമല്ലോ നാളെ ഇവിടെ. ஓகே ஓகே சரி, டிக்கெட் உங்களுக்கு இது இப்போ வரைக்கும் டிக்கெட் ப்ரெஷர் வந்துட்டு இருக்கா? டிக்கெட் கேட்டு ப்ரெஷர் வர்றாங்களா? ടിക്കറ്റ് കേട്ട് ரொம்ப പ്രഷർ പண்றாங்களா? പ്രഷർ ഉണ്ട്. 2-3 ദിവസമായിട്ട് അതന്നെ ടിക്കറ്റ് എന്ന് പറഞ്ഞ് വന്ന് ചോദിക്കുന്നതാണ് ആൾക്കാർ. ടിക്കറ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലേ, ഇനി വളരെ 5-6 ടിക്കറ്റ് കൂടിയുള്ളൂ. അത് ഏറ്റവും മുന്നാടിതാണ്. இப்போ நெக்ஸ்ட் விஜய் ஃபேன்ஸ் உங்க தியேட்டர்ல வந்து படம் பார்க்கணும்னா எப்போ டிக்கெட் கிடைக்கும்? அப்படியே நல்லது. எப்போ கிடைக்கும்? நெக்ஸ்ட் எப்போ ஷோஸ் கிடைக்கும்? ஹவுஸ்ஃபுல்லா இருக்கு ஆல்மோஸ்ட். നാളത്തെ ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ. ഇനി കിടക്കുന്നത് വെള്ളിക്കിഴமை டிக்கெட் தான். வெள்ளிக்கிழமை டிக்கெட் தான். ஓகே, நீங்க உங்களுக்கு வந்து நான் ஒரு 3 பேர் சொல்றேன். இவங்க 3 பேர் தான் உங்களோட தியேட்டர்ல வந்து ப்ராஃபிட்ஸ் அதிகமாக கொடுக்குறாங்க அப்படின்னா யார் சொல்லுவீங்க? മോഹൻലാൽ, മമ്മൂട്ടി, തലപതി വിജയ്. അത് അങ്ങനെ പറയാൻ പറ്റില്ല. ആദ്യ ദിവസത്തെ ക്രൗഡ് പുള്ളിങ് എന്ന് പറയുന്നത് അത് വിജയ് സാറോട് പടം താ. പക്ഷെ ബാക്കിയുള്ളത് പടത്തിന്റെ ആ കണ്ടന്റ് പോലെ ഇരിക്കും. ബാക്കിയുള്ള ലോങ് റണ്ണും പ്രോഫിറ്റ് കിട്ടുന്നതും അത് തുടർന്ന് ആ പടത്തിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും. അത്ര പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എന്റെ നടന്റെ പേരിൽ ഏത് കളക്ഷൻ കൂടുതൽ വരുന്ന ആദ്യം പറയാൻ പറ്റില്ല. പക്ഷെ ഫസ്റ്റ് ഡേ ഇനീഷ്യൽ വരുന്നത് விஜய் படത്തിന് തന്നെയാണ് പാലക്കാട്. ஓகே, நான் வெளியே கேரளா ஃபேன்ஸ் நிறைய விட பேசும்போது சொல்றாங்க எங்களுக்கு நாளைக்கு தான் ஓணும்னு சொல்றாங்க. അതന്നെ ഞാൻ പറഞ്ഞത്. ഉത്സവം പുള്ളിയുടെ പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്സവം തന്നെയാണ്. ആ ഉത്സവം തന്നെയാണ് നാളെ. കേരളത്തിന്റെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഓണം തന്നെയാണല്ലോ. ரொம்ப ரொம்ப நன்றி சார். தேங்க்யூ ஸோ மச். താങ്ക് യു. ഓക്കെ. தேங்க்யூ.